റിസർമി.ന്റെ പുതിയൊരു റിവ്യൂയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഞങ്ങളുടെ യൂട്യൂബ് ചാനലായ റിസർമി.നെ ഒന്ന് ചെക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മറ്റ് റിസോർട്ടുകളുടെ റിവ്യൂസ് കാണാൻ സാധിക്കുന്നതായിരിക്കും. ഈ റിസോർട്ടുകളെല്ലാം തന്നെ ഞങ്ങൾ നേരിട്ട് കാണുകയും കൃത്യമായിട്ട് അവിടുത്തെ സർവീസുകൾ വെരിഫൈ ചെയ്ത് ഉറപ്പുവരുത്തിയ ശേഷമാണ് ഇതേപോലെ റിവ്യൂ ആയിട്ട് അതിൽ അപ്ലോഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിലേതൊരു റിസോർട്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ബുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. റിസോർട്ട് ബുക്ക് ചെയ്യാൻ താല്പര്യപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും അതേപോലെ തന്നെ ഫാമിലി ഫ്രണ്ട്സിലേക്കൊക്കെ ഞങ്ങളുടെ ഈ ഒരു ചാനൽ സജസ്റ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ അപ്ലോഡ് ചെയ്യുന്ന പുതിയ റിവ്യൂസ് സ്പോട്ടിൽ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് സുൽത്താൻ ബത്തേരി ടൗണിൽ നിന്നും ഏകദേശം 5 കിലോമീറ്റർ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കാണുന്ന പ്രോപ്പർട്ടിയിൽ എത്താൻ സാധിക്കും. നമുക്ക് ആദ്യം ഇവിടെയുള്ള ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന് കണ്ട ശേഷം റൂമിൻ്റെ ഫെസിലിറ്റീസിലേക്കും പോകാം. ഇപ്പം ഞാൻ നിൽക്കുന്നത് ഇവിടുത്തെ പാർക്കിംഗ് ഏരിയയിലാണ്. നിങ്ങൾ ട്രാവലറിലോ അതല്ലെങ്കിൽ കാറിലൊക്കെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് വളരെ കംഫർട്ടബിളായിട്ട് ഈ ഒരു ഏരിയയിൽ പാർക്ക് ചെയ്യാൻ സാധിക്കും. നമ്മൾ ആദ്യം കാണാൻ പോകുന്നത് ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു ചെറിയൊരു വാച്ച് ടവറാണ്. നമുക്കതൊന്ന് കണ്ടിട്ട് വരാം. വാച്ച് ടവറിലേക്ക് പോകുന്ന ഈ വഴിയൊക്കെ നിങ്ങൾക്ക് ക്യാമറയിൽ കൃത്യമായിട്ട് കാണാൻ സാധിക്കും. രണ്ട് ഭാഗങ്ങളിലും നല്ല ചെറിയ പ്ലാന്റ്സൊക്കെ വെച്ച് അടിപൊളിയാക്കിയിട്ടുണ്ട്. മാത്രമല്ല കംപ്ലീറ്റ് ഈ ഇല്ലി കൊണ്ടുള്ള ഒരു കാട് പോലെയായിട്ടാണ് ഇവിടെ ഉള്ളത്. ആ ഒരു ഫോറസ്റ്റ് ആംബിയൻസ് നിങ്ങൾക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാനും സാധിക്കും. ഇവിടെ കുരങ്ങന്മാരുടെ ശല്യങ്ങളൊന്നും കണ്ടിട്ടില്ല. എന്നാൽ പലതരത്തിലുള്ള കിളികളൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വന്നു പോകുന്നുണ്ട്, ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ രാത്രി ഈ കംപ്ലീറ്റ് ലൈറ്റും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അടിപൊളി ആംബിയൻസ് ആയിരിക്കും. ഈ ഒരു വാച്ച് ടവറിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും, പുറത്തേക്കൊക്കെ നോക്കുവാണെങ്കിൽ നല്ല മൗണ്ടൻ വ്യൂസൊക്കെ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും. പിന്നെ ഗ്രൂപ്പൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഇരിക്കാനുള്ള കുറച്ച് സിറ്റിംഗ് അറേഞ്ച്മെൻറ്റ്, അതായത് കുറച്ച് ചെയറൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈവനിങ് സമയത്ത് ഇവിടെയൊക്കെ വന്നിരുന്ന് കുശലങ്ങളൊക്കെ പറഞ്ഞിരിക്കുവാണെങ്കിൽ നല്ലൊരു വൈബായിരിക്കും. ഇനി നമുക്ക് ഇവിടെ കൊടുത്തിരിക്കുന്ന മറ്റ് ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്നൊന്ന് കണ്ടിട്ട് വരാം. വാച്ച് ടവറിൻ്റെ തൊട്ട് താഴെയായിട്ട് ചെറിയൊരു പോണ്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ ആമ്പലും ഉണ്ടായിട്ടുണ്ട്. അതുമാത്രമല്ല കുറച്ച് ഫിഷും അതിലുണ്ട്. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എപ്പോഴും നല്ല തണുത്ത കാറ്റ് കിട്ടുന്ന ഒരു ഏരിയ കേട്ടോ. ഇതിൽ അലങ്കാര മത്സ്യങ്ങളൊക്കെ ഉണ്ട്. ചില സമയങ്ങളിൽ അത് മുകളിൽ വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ ഇവിടെ ഫാമിലിക്കും അതേപോലെ തന്നെ കപ്പിൾസിനും ബാച്ചിലേഴ്സിനും ഇവിടെ സ്റ്റേ ചെയ്യാൻ സാധിക്കുന്നതാണ്. ബാച്ചിലേഴ്സിന് സെപ്പറേറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ തന്നെ അവർക്കുള്ള എല്ലാ ഫെസിലിറ്റീസും കൊടുത്തിട്ടുണ്ട്. എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇവിടെ കൊടുത്തിരിക്കുന്ന ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് ഇവിടെ ഒരു ക്രിക്കറ്റ് കളിക്കാനുള്ള ഒരു ഏരിയ കൊടുത്തിട്ടുണ്ട്. അതിന് പുറമെ ഷട്ടിൽ കോർട്ടും ഈ ഒരു ഏരിയയിൽ കൊടുത്തിരിക്കുന്നത് കാണാം. പിന്നെ നിങ്ങൾക്ക് സിംഗിൾ സൈഡ് ബാസ്ക്കറ്റ് ബോളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പ്ലേ ഏരിയയോട് ചേർന്നിട്ട് തന്നെയാണ് ഇവിടുത്തെ ക്യാമ്പ് ഫയർ പിറ്റ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് അതും കൂടെ വേണമെങ്കിൽ അതും കൂടെ അവർ പ്രൊവൈഡ് ചെയ്തതായിരിക്കും. ഇനി നമുക്ക് ഇവിടെ കാണാൻ ബാക്കിയുള്ളത് ഔട്ട്ഡോർ ആക്ടിവിറ്റീസിൽ പിന്നെ ഡൈനിങ് ഏരിയയും അതേപോലെ തന്നെ ഇവിടുത്തെ കോമൺ പൂളും ഉണ്ട്. നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോകാം. ഇവിടുത്തെ ഓരോ റൂമിലേക്കും കൊടുത്തിരിക്കുന്ന പാത്ത് കംപ്ലീറ്റ് ഇൻ്റർലോക്കഡ് ആണ്. അത് മാത്രമല്ല സറൗണ്ടിങ്സ് വളരെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് അവർ വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ താമസിക്കാൻ വരുന്ന സമയത്ത് പരമാവധി പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ ചുറ്റും വലിച്ചെറിയുന്നതൊക്കെ ഒന്ന് ഒഴിവാക്കുക. പരമാവധി ഇത് ഇതേപോലെ തന്നെ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇനി നമ്മൾ പോകുന്നത് ഇവിടുത്തെ കോമൺ പൂളുള്ള ഏരിയയിലാണ്. അതും കൂടെ എങ്ങനെയുണ്ടെന്ന് കണ്ടിട്ട് വരാം. പൂളിൻ്റെ തൊട്ട് സൈഡിലായിട്ട് തന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ളൊരു ചെറിയ ഏരിയ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കുട്ടികൾക്കുള്ള സ്വിങ്സ് അതേപോലെ തന്നെ സ്ലൈഡർ, സീസോ ഒക്കെ ആയിട്ടുള്ളൊരു 3-4 ആക്ടിവിറ്റീസ് അവരിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫാമിലി ആയിട്ടൊക്കെ വരുന്ന സമയത്ത് കുട്ടികളുണ്ടെങ്കിൽ അവരുടെ കാര്യം ഓർത്തിട്ട് നിങ്ങൾ വിഷമിക്കേണ്ട. കുട്ടികൾക്ക് കളിക്കാനുള്ള ഈ ഒരു ഏരിയയുടെ തൊട്ട് സൈഡിൽ തന്നെ ഒരു ക്യാമ്പ് ഫയർ പിറ്റ് നിങ്ങൾക്ക് കൊടുത്തിരിക്കുന്നത് കാണാം. ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ബാച്ചിലേഴ്സിന് വേറെ തന്നെ ഒരു സെക്ഷനിലാണ് കൊടുക്കുന്നത്. അതേപോലെ തന്നെ ബാക്കിയുള്ള ഗ്രൂപ്പിന് ഈ ഭാഗത്തായിട്ടായിരിക്കും ക്യാമ്പ് ഫയർ കൊടുക്കുന്നത് എന്നുള്ളത്. അതൊന്നും കൂടെ ഞാൻ അടുത്ത വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇനി നമുക്ക് പൂൾ എങ്ങനെയാണെന്ന് കണ്ടിട്ട് വരാം. ഒരു ഇൻഫിനിറ്റി ടൈപ്പ് ഒരു മീഡിയം സൈസ് വരുന്നൊരു പൂളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പൂളിൻ്റെ ഈ ഭാഗം ആഴം കൂടുതലും ഈ ഭാഗം ആഴം കുറവുമാണ്. അപ്പോൾ ഇതറിയാതെ ഡയറക്റ്റ് ജമ്പ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ തലയിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ പൂളിലേക്ക് ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ സൈഡിലുള്ള ബോർഡിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് വായിച്ച് ശേഷം മാത്രം ഇതിലേക്ക് ഇറങ്ങാൻ വേണ്ടി ശ്രമിക്കുക. പൂളിൻ്റെ സൈഡുകളിലായിട്ട് ഇരിക്കാനും ഈ സൺബാത്തൊക്കെ ചെയ്യാനുള്ള ഒരു സിറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഒക്കെ അവർ കൊടുത്തിരിക്കുന്നത് കാണാം. ഒരേ സമയം ഒരു 5-8 ആൾക്കാർക്കൊക്കെ ഈ പൂളിൽ ഇറങ്ങി യൂസ് ചെയ്യാവുന്നതാണ്. അതിൽ കൂടുതൽ ആൾക്കാർ വരികയാണെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. ഇനി തൊട്ടടുത്താണ് ഈ ഡൈനിങ് ഏരിയ കൊടുത്തിട്ടുള്ളത്. നമുക്കതൊന്ന് കണ്ടിട്ട് വരാം. അറ്റ് എ ടൈം 24 മെമ്പേഴ്സിന് വരെ ഇരുന്ന് ഫുഡ് കഴിക്കാനുള്ളൊരു സിറ്റിംഗ് കപ്പാസിറ്റിയാണ് ഈ ഒരു ഡൈനിങ് ഏരിയയിൽ വരുന്നത്. ഇവിടെ ഇൻഹൗസ് റെസ്റ്റോറൻറ്റ് ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് മാത്രമാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ കൂടുതൽ ഫുഡ് ഐറ്റംസ് വേണമെന്നുണ്ടെങ്കിൽ വിൽട്ടൺ പോലെയുള്ള റെസ്റ്റോറൻറ്റിൽ നിന്ന് ഓർഡർ ചെയ്യാനുള്ള ഫെസിലിറ്റി ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ ഈ ഒരു ഡൈനിങ് ഏരിയയോട് ചേർന്ന് തന്നെ ചെറിയൊരു ഗെയിം സെൻറ്ററും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ക്യാരംസ്, ചെസ്സ്, ലുഡോ അതേപോലെ തന്നെ ഫൂസ്ബോൾ തുടങ്ങിയിട്ടുള്ള ചെറിയ ആക്ടിവിറ്റീസും കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യുന്നതാണ്. ഇതുകൂടാതെ ബാർബിക്യൂ ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി കൊടുത്തിരിക്കുന്നത് റിസപ്ഷൻ്റെ തൊട്ടടുത്തുള്ള ചെറിയൊരു ഏരിയയിലായിട്ടാണ്.
അപ്പോൾ നിങ്ങൾക്ക് അതിൽ താല്പര്യമുണ്ടെങ്കിൽ അതും ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിയുടെ കംപ്ലീറ്റ് ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വീഡിയോ ഒന്നുകൂടെ റിവാച്ച് ചെയ്യാം. ഇപ്പോൾ എസ്പെഷ്യലി നിങ്ങളൊരു ഫാമിലി അല്ലെങ്കിൽ വലിയൊരു ഗ്രൂപ്പൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ ആക്ടിവിറ്റീസ്, അതേപോലെ തന്നെ ക്യാമ്പ് ഫയർ ഫെസിലിറ്റി, ബാർബിക്യൂ ഫെസിലിറ്റീസ് ഒക്കെയുള്ള കുട്ടികൾക്കുള്ള പ്ലേ ഏരിയ ഉൾപ്പെടെ ഒരു പാക്കേജ് ഇവിടെ കിട്ടുന്നുണ്ട്. മാത്രമല്ല റൂമിൻ്റെ പ്രൈസൊക്കെ വരികയാണെങ്കിൽ 3000+ ആണ് അതായത് ഒരു കപ്പിളിന് വരുന്ന പ്രൈസൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ബാച്ചിലേഴ്സിൻ്റെ ഗ്രൂപ്പ് ഞാൻ പറഞ്ഞു വേറെ തന്നെ പോർഷനിലാണ് കൊടുത്തിട്ടുള്ളത്. 8 പേരൊക്കെ അടങ്ങുന്ന ഗ്രൂപ്പൊക്കെയാണ് വരുന്നതെങ്കിൽ 10,000 ഒക്കെയാണ് ഇവിടുത്തെ പാക്കേജിൽ വരുന്ന പ്രൈസ്. ഈ ഒരു പാക്കേജിൽ തന്നെ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇതിപ്പോൾ ഫുള്ളായിട്ട് നിങ്ങൾ ബുക്ക് ചെയ്യുകയാണെങ്കിൽ 32 മെമ്പേഴ്സിന് വരെ 8 റൂംസിലും കൂടെ, അതായത് 4 ഷെയറിൽ 4 പേർക്ക് ഒരു റൂമിൽ സ്റ്റേ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഫാമിലി അതേപോലെ തന്നെ ബാച്ചിലേഴ്സ് കപ്പിൾസിനൊക്കെ ഇവിടെ സ്റ്റേ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഇനി കാണാൻ പോകുന്നത് ഇവിടുത്തെ കാറ്റഗറി റൂംസാണ്. 2 കാറ്റഗറി റൂംസ് ഉണ്ട്. ഒന്ന് നോർമൽ ടൈപ്പും പിന്നെ ഒന്ന് പ്രൈവറ്റ് പൂളുള്ളതും. അപ്പോൾ നമുക്ക് നേരെ ഇനി ആ വീഡിയോയിലേക്ക് പോകാം.